ഹായ് ഫ്രണ്ട്സ്, ജോ MXന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വിട പറയുകയും 2026 വളരെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുകയും ചെയ്തല്ലോ. അപ്പം എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ. ഇവിടെയൊക്കെ ഇപ്പോഴും പുതുവർഷ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാട്ടിലെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ അത്ര സുഖകരമല്ല, കാരണം നല്ല മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ രക്തം തിളയ്ക്കാന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെ പെട്ടെന്നൊരു മൂഡ് കയറിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. അപ്പം എനിക്ക് കിട്ടിയൊരു തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ കോഴി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് നിങ്ങൾക്കൊക്കെ വീടുകളിൽ വളർത്തി ഇഷ്ടപ്പെട്ട കോഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോഴികളുടെ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ ഈ കോഴിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ വീടുകളിലൊക്കെ കോഴികളെ വളർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കോഴിയെ തുറന്നു വിടുമ്പോഴേ തീറ്റ എവിടെയാണെന്ന് കോഴിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം കോഴിയുടെ ഒറ്റ പ്രത്യേകത എന്ന് പറയുന്നത് തീറ്റയുള്ള സ്ഥലത്തേക്ക് കോഴി പോകത്തുള്ളൂ. അതേസമയം മറ്റു വളർത്തു മൃഗങ്ങൾ, പട്ടിയോ അല്ലെങ്കിൽ പശുവോ ആടോ ഒക്കെ നമ്മൾ വീട്ടിൽ അഴിച്ചു വിടുവാണെങ്കിൽ അതുങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടും. എന്നാൽ കോഴി അങ്ങനെയല്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പതിവ് തെറ്റിച്ച് കോഴിക്ക് തീറ്റയിട്ട് കൊടുത്താൽ നമ്മൾ കോഴിയെ വിളിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ വീടുകളിലെ അമ്മമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളാണെങ്കിൽ പോലും പലപ്പോഴും, അതായത് പൊതുവേ കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് നമ്മൾ സ്ത്രീകളായിരിക്കും, പക്ഷെ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ട് വിളിക്കുമ്പോഴാണ് കോഴി വരാറ്. അപ്പോൾ അതാണ് കോഴിയുടെ മറ്റൊരു പ്രത്യേകത. അപ്പം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഡൗട്ട് വരുന്നു കാണും. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ഫുഡെന്ന് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വൈഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വൈഫൈ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഇന്ന് സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ട ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഈ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന ചില ചേച്ചിമാരോ അല്ലെങ്കിൽ ചില അനിയത്തിമാരൊക്കെ അവർക്ക് വിശാല മനസ്കത കൂടിയിട്ട് സ്വന്തം വീട്ടിലെ കോഴിക്ക് തീറ്റ കൊടുക്കേണ്ടതിന് പകരം അടുത്ത വീട്ടിലെ കോഴിയും കൂടെ വിളിച്ച് തീറ്റ കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നു. അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനാ കോഴി ഞങ്ങളുടെ വീട്ടിൽ വന്ന് തീറ്റ തിന്നേന്നും ചോദിച്ച് പിന്നെ ആ കോഴിയുടെ മുതുകത്തും കൂടെ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക. ഞാൻ ചോദിക്കട്ടെ, അതൊരു എൻ്റെ കയ്യിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സപ്പോ ഫേസ്ബുക്കോ മെസ്സഞ്ചറോ ഇൻസ്റ്റാഗ്രാമോ എന്തും ആയിക്കോട്ടെ, അത് എനിക്ക് ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കാനാണ് ടെക്നോളജി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അത് ഒരു പുരുഷനായാലും ശരി, ഒരു സ്ത്രീ ആണെങ്കിലും ശരി, തൻ്റെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടി ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പുകളോ അല്ലെങ്കിൽ കണക്ഷൻസോ കോണ്ടാക്റ്റുകളോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അയലത്തെ വീട്ടിലെ കോഴിയെ ഞാൻ വിളിച്ച് ഫുഡ് കൊടുത്തിട്ട് അത് വന്ന് തിന്ന കോഴിയാണോ ഉത്തരവാദി? കൊടുത്ത ഞാനാണോ ഉത്തരവാദി? അപ്പം പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സമൂഹം ഇതിനെ വളരെയധികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ത്രീ സമൂഹം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് എന്നെ ആരും പൊങ്കാല ഇടാൻ വരരുത്. കാരണം പുരുഷന്മാർ നല്ലവരാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതേപോലെ ഈ പരാതി കൊണ്ട് വരുന്നതും അല്ലെങ്കിൽ തീറ്റ കൊടുത്തിട്ട് എന്തിനാ തിന്നേന്ന് ചോദിക്കുന്ന നേച്ചർ കൂടുതലായിട്ട് സ്ത്രീകളിലേക്ക് കണ്ടുവരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഈ അയലത്തെ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന സമ്പ്രദായം നമുക്ക് കുറയ്ക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും, ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ എന്നെ ഒരു പ്രചോദനം തരുന്നത്. അതുകൊണ്ട് അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.